പാലാ ടൗൺ ബസ് സ്റ്റാൻഡിന്റെ തകർച്ച ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി പ്രതിഷേധ യോഗം നടത്തി. അധികാരികൾക്ക് നൽകുവാൻ ജനങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണവും നടത്തി. മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ജോയി കളരിക്കൽ ഉദ്ഘാടനം ചെയ്തു. പാലാ ടൗൺ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കുഴിയിൽ ചാടി വാഹനങ്ങൾ ഓടുമ്പോൾ യാത്രക്കാരുടെയും ബസ് കാത്തു നിൽക്കുന്നവരുടെയും ശരീരത്തിലേക്ക് മെറ്റലുകൾ തെറിക്കുകയാണ്. പാലാ ടൗണിലെ വിവിധ സർക്കാർ ഓഫീസുകളിലും വിവിധ സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളും ഈ സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറുന്നത്. ബസ് സ്റ്റാൻഡിന്റെ തകർച്ച ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി പ്രതിഷേധ യോഗം നടത്തി. അധികാരികൾക്ക് നൽകുവാൻ ജനങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണവും നടത്തി. മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് ജോയി കളരിക്കൽ ഉദ്ഘാടനം ചെയ്തു. യാതൊരുവിധ സുരക്ഷിതവുമില്ലാത്ത അവസ്ഥയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ടൗൺ ബസ് സ്റ്റാൻഡിൽ ഒരു കല്ല് തട്ടി വീണ് ഒരു ദാരുണ്യമായ ബസ് കയറി മരിച്ച സംഭവം ഈ ടൗൺ ബസ് സ്റ്റാൻഡിൽ ചേർന്നുകൊണ്ട്. എന്നിട്ടും ഭരണാധികാരികൾ ഇതൊന്ന് കാണുന്നില്ലേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞ 4 മാസം മുമ്പ് പ്രക്ഷോഭങ്ങൾ ഉയർന്നപ്പോൾ, പരാതികൾ ഉയർന്നപ്പോൾ ഇവിടുത്തെ പാലാ മുനിസിപ്പൽ ചെയർമാന്റെ നേതൃത്വത്തിൽ ഈ കുഴിക്കകത്ത് മക്കിട്ട് പോയി. ആ മക്ക എവിടെയാണ് കിട്ടിയത്? മക്കെന്ന് പറഞ്ഞ കുറെ മണ്ണ് വാരിക്കൊണ്ടിട്ട് അവിടെ കുഴി വെക്കുമോ? അടുത്ത മടിക്ക് തന്നെ അതൊക്കെ ഒരു വലിയ കുഴിയായി ഇപ്പോൾ കാണാം. ഈ ബസ്സുകൾ കയറി ഇറങ്ങുമ്പോൾ ഇതിനാണ് പോകുന്ന ആ ഓട്ടോയിൽ പോകുന്ന ആ ഓട്ടോകളൊക്കെ കാണാം. ഓരോ കുഴി ചാടി, ഓരോ കുഴിന്ന് അടുത്ത കുഴി ചാടി, അങ്ങനെ ആ കുഴി കിടക്കുന്ന കല്ലുകൾ തെറിച്ച് ബസ് ഓടുമ്പോൾ കുഴി കിടക്കുന്ന കല്ലുകൾ യാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിച്ച് പരിക്കേൽക്കുന്ന അവസ്ഥ. യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് റോയി വെള്ളരിങ്ങാട്ട്, ട്രഷറർ രാജു താന്നിക്കൽ, ഡൊമിനിക് സൈമൺ, ഫാത്തിമ, ജേക്കബ് പുളിക്കൽ, തോമസ്, ജൂലിയസ് എന്നിവർ പ്രസംഗിച്ചു. ഐഫോറിയ ന്യൂസ്, പാലാ.